ആ റോക്താങ് പാസിലോട്ട് പോകുന്ന ടണലാണ് ഈ കാണുന്നത്. ലോകത്തിലെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പണിതേക്കുന്ന ഏറ്റവും നീളമുള്ള ടണലാണ് ഈ കാണുന്നത്. ഏകദേശം 8 to 9 കിലോമീറ്റർ ഉണ്ട്. ഇത് റോക്താങ്ങിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ടണല, അടൽ ടണൽ എന്ന് പറയും. ഇതാണ് ഈ ടണലിന്റെ എക്സിറ്റ് പോയിന്റ്, അതായത് സിസു വില്ലേജിന്റെ സ്റ്റാർട്ടിംഗ്. ഈ കാണുന്ന മഞ്ഞുമൂടി കിടക്കുന്ന മല 9 കിലോമീറ്റർ തുരന്നു വന്ന റോഡിലൂടെയാണ് ഞങ്ങൾ എത്തിയത്. ഈ ടണലിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ താമസിക്കുന്ന കണ്ടെയ്നറാണ് ഈ സൈഡിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ടണലിനുള്ളിലേക്ക് കയറി. എൻഡ് കാണാൻ പറ്റാത്ത അത്ര ദൂരത്തിൽ ടണൽ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. അവിടെ എവിടെയായി ടൈമർ വെച്ചിട്ടുണ്ട്, ഇനി എത്ര സമയം കൊണ്ട് എത്തിച്ചേരും എന്നൊക്കെ. 15 മിനിറ്റ് വേണം കേട്ടോ എത്തിച്ചേരാൻ. ഈ ടൈമർ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നമ്മുടെ ടെൻഷനും കുറയ്ക്കും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് ദ ടണൽ എന്ന് പറയുന്ന ഒരു ഫിലിം ആയിരുന്നു. റിമോട്ട് വില്ലേജസ് ആയ ലാഹോൾ, സ്പിറ്റി വാലി ഒക്കെ റോക്താങ് പാസിലെ ഹെവി സ്നോഫോൾ കൊണ്ട് റോഡ് ക്ലോസ് ആയി 6 മാസത്തോളം അടഞ്ഞു കിടക്കുമായിരുന്നു. ഇതിൽ നിന്ന് മാറി ഒരു ഓൾ സീസൺ ട്രാവലിന് വേണ്ടി 10,000 ഫീറ്റിന് മുകളിൽ 10 ഇയേഴ്സോളം എടുത്തിട്ടാണ് ഈ ടണൽ നിർമ്മിച്ചത്. ഓസ്ട്രിയൻ ടണൽ ടെക്നോളജിയിൽ നിർമ്മിച്ച ഈ എഞ്ചിനീയറിംഗ് വിസ്മയം 80 km/h നമുക്ക് സഞ്ചരിക്കാം. ടണലിലെ വെന്റിലേഷനും ഫയർ കൺട്രോളും സർവൈലൻസും ഒക്കെ മെച്ചപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സിസു വില്ലേജിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കണ്ടു കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ്. You have right. And snowfall is... There is snowfall? Yes, a little snowfall you can see. Yeah.